കലയുടെ മുഖം വിവരണമായി. സോറി അങ്കിൾ, ഞാനൊരു ജോക്ക് പറഞ്ഞതാ കേട്ടോ. മോൾ എന്തു പറഞ്ഞോ? അങ്കിളിൻ്റെ ഈ തടി എൻ്റെ അമ്മയുടെ വിയർപ്പും മീനുളുമ്പും കൊണ്ടാ ഇത്രയുമായേ. അതുകൊണ്ട് സത്യം പറഞ്ഞ് കളിയാക്കിയ അങ്കിളിന് സന്തോഷമേ ഉള്ളൂ. എന്നാലും സോറി. ആ അത് വിട്. അല്ല കലമോളെ, ഇവിടെ ഒരു മരം കയറിപ്പണ്ണുണ്ടായിരുന്നല്ലോ. പണ്ട് ഇലിമ്പിപ്പുളിമരത്തിലൊക്കെ ചാടിക്കൊണ്ടിരുന്ന ഒരു സാധനം. അതിനോട് ചോദിച്ചാ തെങ്ങ് കയറി ഇട്ടു തരികയല്ലേ? ഞാൻ ശബ്ദം ഒന്നൊതുക്കി കലമോളോട് ചോദിച്ചു. ചേച്ചിയുടെ കാര്യമാണോ അങ്കിള് പറയണേ? ആ അതുതന്നെ. ഇവിടെ മരം കയറിപ്പണ്ണുകളൊന്നുമില്ല. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പരിഭവം നിറഞ്ഞ ശബ്ദം അഭിരാമിയുടെ. ഞാൻ ഓർത്തു, അബി ഇവിടുത്തെ സംഭാഷണം കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്പടി കേമി. അപ്പോൾ ഇളയമ കടന്നു വന്നിട്ട് പറഞ്ഞു, അഭിരാമി പണ്ടൊക്കെ ആ പുളിയിൽ കയറുമായിരുന്നു. ഒരു ദിവസം വീണെന്നോ പാവാട കയറിയെന്നോ ഒക്കെ പറയണ കേട്ടു. പിന്നെ അവൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇപ്പം താഴെ നിന്ന് കിട്ടുന്നത് പറിച്ചാ വല്ല അച്ചാറൊക്കെ ഇടുന്നേ. ശാരദേ, രാമേട്ടൻ്റെ വിളി കേട്ടു. ദാ വരുന്നേ. ഇളയമ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇളഭ്യതയോടെ കലയെ നോക്കി. അവൾ വാ പൊത്തി ചിരിച്ചു. നല്ല രുചിയുള്ള ചമ്മന്തി, പക്ഷേ പാത്രം കാലി. നല്ല കലക്കൻ മുളക് ചമ്മന്തിയായിരുന്നു. തീർന്നു പോയല്ലോ. ഞാൻ വളരെ ശബ്ദം കുറച്ച് കലയോട് പറഞ്ഞു. അങ്കിള് വാരി വാരി അടുക്കുവല്ലായിരുന്നോ? എന്തൊരെരിവാ, ചങ്ക് വെള്ളമാവുകയല്ലേ? കല പറഞ്ഞു. ഇപ്പം കൊണ്ടുവരാം, എഴുന്നേറ്റ് പോവല്ലേ. അടുക്കളയിൽ നിന്നും അഭിരാമി വിളിച്ചു പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞ് അബിയുടെ ശബ്ദം കേട്ടു. കലമോളെ, ഇതെടുത്തോണ്ട് പോ. ഇങ്ങോട്ട് കൊണ്ടാത്ത ചേച്ചി, ഞങ്ങൾ കഴിക്കുവല്ലേ? കല ചോദിച്ചു. നീ ഇതെടുത്തോണ്ട് പോണുണ്ടോ പെണ്ണേ? അബിയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം. ഇങ്ങോട്ട് കൊണ്ടെത്തന്ന വളയൊരി പോകുമായിരിക്കും. നെഗളിയാ ഈ ചേച്ചി. പിറുപിറുത്തുകൊണ്ട് കല അടുക്കളയിലേക്ക് പോയി. ഉടനെ കേൾക്കാം കലയുടെ നിലവിളി. ഹോ വീട് ചേച്ചി, എനിക്ക് നോവുന്നു. ഒരു കൈ കൊണ്ട് ഉറക്കെ തിരുമ്മി മറ്റേ കൈയിൽ ചമ്മന്തിപ്പാത്രവുമായി കല കടന്നു വന്നു. സാധനം പറഞ്ഞ ഒന്നും പിടിക്കുകയില്ല. പിന്നെ ചെവിയിലും കയ്യിലൊക്കെ പിച്ചും. ഹോ നീറുന്നു. കല ദേഷ്യത്തോടെ പിറുപിറുത്തു. അടുക്കളയിൽ നിന്നും അടക്കിയ ചിരിയുടെ ഒരു മണികുലുക്കം കേട്ടു. ഞാൻ കൊള്ളിയെടുത്ത് ചമ്മന്തിയിൽ മുക്കി കഴിച്ചു. പഴയതിലും രുചി. ഹായ്, കൊള്ളാം മോളെ. അതങ്ങോട്ട് പറഞ്ഞോണ്ടാ മതി. എൻ്റെ കൈ നീറുന്നു. ഈ ചേച്ചിക്ക് ചിലപ്പം ഭയങ്കര ഗമയാ. നേരോ? അതെന്താ? ഞാൻ പിന്നെ പറയാം. അല്ലേ ഇനിയും എന്നെ പിച്ചും. വാതുക്കൾ തന്നെ ചെവി നീട്ട് നിൽക്കുന്നുണ്ട്. അബിയെ ഒരു നോക്ക് കാണാൻ എൻ്റെ മനസ്സ് വെമ്പി. ഏതായാലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നത് എൻ്റെ മനസ്സിന് പുതിയൊരു ഉന്മേഷം നൽകി. എന്നാലും എങ്ങനെ ഇത്ര തന്ത്രപൂർവം അവൾ എൻ്റെ കൺവെട്ടത്ത് വരാതെ മറഞ്ഞു നിൽക്കുന്നു? നാണമാണോ? ആ എന്തുമാവട്ടെ. ഞാൻ നേരെ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ രാമേട്ടനും ഇളയമയും ഏതോ ഒരു കല്യാണത്തിനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഞാൻ ചായ്പിൽ പുസ്തകവുമായി മല്ലിടാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കല എൻ്റെ അടുത്തു വന്നു. കേട്ടോ അങ്കിളെ, ഈ അഭിച്ചേച്ചിക്ക് അങ്കിളിനോട് ചെറിയ താല്പര്യമുണ്ടോയെന്നൊരു സംശയം. അതെന്താ? രാവിലെ അങ്കിള് വെള്ളം ചുമന്നിട്ടിരുന്നപ്പം ചേച്ചി അടുക്കളയുടെ ജനലിലൂടെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ ഒളിഞ്ഞു നോക്കുന്നേന്ന്. അന്നേരം ദേഷ്യായി. ഞാൻ ഒളിഞ്ഞു നോക്കുവൊന്നും അല്ലടി, നീ പോടിയെന്ന് എന്നോടൊരു ചാട്ടം. പിന്നെ പെറുപെറുക്കുക. എന്നാലും എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? ഇവിടെ ചെറിയ കുടമുണ്ടായിരുന്നല്ലോ, അതും 2 എണ്ണം. എന്തിനാ ചുമക്കുന്നേ? ഓരോന്നായിട്ട് ചുമന്നാലും വെള്ളം ഇങ്ങ് എത്തുകയില്ലേ എന്ന്. അപ്പം ഞാനൊന്ന് ചൊറിഞ്ഞു കൊടുത്തു. അതിന് ചേച്ചിക്ക് എന്താ ഇത്ര ദണ്ണമെന്ന്. ഉടനെ എൻ്റെ നേരെ പിന്നെയും ചാടി. നീ നിന്റെ പാട് നോക്ക് പെണ്ണെ, വെളുപ്പിന് പോയിരുന്നു വായിക്കടീന്ന്. എൻ്റെ ഉള്ളിൽ ഒരു കുളിര് കോരി. എന്നോട് അവൾക്ക് ദേഷ്യമില്ല. പിന്നെ സ്നേഹമോ? അറിയില്ല. എങ്കിലും അത് വേണ്ട. കുടിക്കുന്ന വെള്ളത്തിൽ കൈ കഴുകരുതല്ലോ. എനിക്ക് ഉപകാരം ചെയ്യുന്നവരെ ദ്രോഹിക്കാൻ പാടില്ല. ഇതുപോലെ ചെറുമധുരവുമായി അങ്ങ് പോയാൽ മതി. അതേ, നിന്റെ ചേച്ചിയുടെ മനസ്സ് നല്ലതാ, അതുകൊണ്ട് പറഞ്ഞതാ. അതൊന്നുമല്ലെന്നാ എനിക്ക് തോന്നുന്നേ. പിന്നെ അമ്മയോടും ദേഷ്യപ്പെടുന്നത് കണ്ടു. അതെന്തിനായിരുന്നു? അടുക്കള വെച്ച് അമ്മ പറയുമായിരുന്നു, മീൻ ചുമന്നാണേലും അവൾ മകനെ നന്നായി പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. കണ്ടോടി അബി, അവൻ്റെ ശരീരവും മസിലുമൊക്കെയെന്ന്. ഉടനെ ചേച്ചി പറയുക, ഇളയമേ കണ്ണു വെക്കാതെ, രാജുവിന് വല്ല സൂക്കേടും വരുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അങ്കിളെ? അതോ, അത് നിന്റെ അഭിച്ചേച്ചിയുടെ മനസ്സിൽ ഈ പാവപ്പെട്ടവനോട് ഇത്തിരി ദയയുണ്ടെന്ന് മനസ്സിലായോ? അയ്യോ, ഈ അങ്കിള് വെറും പൊട്ടനാ, തലയിലൊന്നുമില്ല. അതേ മോളെ, അങ്കിള് പൊട്ടനാ. അതുകൊണ്ട് വല്ല പുസ്തകം വായിച്ച് പഠിക്കട്ടെ. മോളും പോയിരുന്നു പഠിക്ക്. എനിക്ക് മടുത്തു. വായിച്ചിട്ട് തലയിൽ കയറുന്നില്ല, ഉറക്കം വരുന്നു.
കല തലയും ചൊറിഞ്ഞ് അകത്തേക്ക് പോയി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. രാമേട്ടൻ ഞായറാഴ്ച തന്നെ ജോലിസ്ഥലത്തേക്ക് പോയി. ആ വീട്ടിലുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാൻ ഞാൻ കിണഞ്ഞു ശ്രമിച്ചു. കോളേജിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഇളയമ്മ എനിക്ക് എന്തേലും ജോലി കണ്ടുവച്ചിരിക്കും. ഇളയമ്മ പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു കൊടുത്തു. ഒരിക്കൽ തേങ്ങ പറിച്ചു കൊടുത്തു. വെള്ളം കോരൽ എൻ്റെ ദിനചര്യയായി. വല്ലപ്പോഴും ദൂരെ നിന്ന് മാത്രം ഞാൻ അഭിരാമിയെ കണ്ടു. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾ ചാടി അടുക്കളയിൽ കയറും. ഒരു വാക്ക് മിണ്ടാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ അടുക്കള വശത്തേക്ക് തിരിഞ്ഞു കയറിയില്ല. ചായ്പിലും അതിൻ്റെ വശങ്ങളിലും കഴിഞ്ഞുകൂടി. പക്ഷേ ഒരേയൊരു കുഴപ്പം കലമോളായിരുന്നു. പ്രായവും വളർച്ചയും വകവെക്കാതെ അവൾ എന്നോട് ഇഴുകിച്ചേരാൻ തുടങ്ങി. അബിയെപ്പറ്റി അവൾ 1-2 പ്രാവശ്യം സൂചിപ്പിച്ചപ്പോഴൊക്കെ ഞാൻ വിഷയം മാറ്റി. ഞാൻ അവിടുത്തെ പെണ്ണുങ്ങളെ പഞ്ചാരയടിക്കുന്നുവെന്ന് ഒരുത്തർക്കും തോന്നരുതല്ലോ. ഒരു ദിവസം എനിക്ക് കിട്ടിയ ജോലി വിറക് കീറലായിരുന്നു. കലമോൾ ഞാൻ വിറക് കീറുന്നത് നോക്കി അലക്കുകല്ലിൽ കുത്തിയിരുന്നു. ഇടയ്ക്കെൻ്റെ കോടാലിയുടെ ലക്ഷ്യം തെറ്റി ക്ലിൻ എന്ന ശബ്ദത്തോടെ കോടാലി തെറിച്ചു. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് അബിയുടെ വിളി കേട്ടു. കലമോളെ. എന്താ ചേച്ചി? മുഖം തിരിക്കാതെ കല വിളി കേട്ടു. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി പെണ്ണെ. സ്വരത്തിൽ ദേഷ്യം. ഈ ചേച്ചി ഒരിടത്തും സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ സമ്മതിക്കുകയില്ല. പിറുപിറുത്തുകൊണ്ട് കല എഴുന്നേറ്റ് പോയി. അബി അവളെ എന്തൊക്കെയോ ശാസിക്കുന്നത് പോലെ തോന്നി. തോട്ടിൽ പോയി കുളി കഴിഞ്ഞ് ഞാൻ വന്ന് പഠിക്കാനിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കയ്യിലൊരു പുസ്തകവുമായി കല ചായ്പിലേക്ക് വന്നു. അങ്കിളെ. അങ്കിളിന് എങ്ങനെയാ ഇത്രയും മസിൽ വന്നത്? വിറക് വെട്ടിയപ്പം നിന്ന് മുഴക്കുന്നത് കാണാൻ എന്ത് രസം. നെഞ്ചത്തൊക്കെ ഗുസ്തിക്കാരുടേതുപോലെ. അത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം. കലേ, എടി കലേ. മുറ്റത്തു നിന്നും ഇളയമ്മയുടെ വിളി കേട്ടു. ഞാനിവിടെ ഉണ്ടമ്മേ. അവൾ വെളിയിലേക്ക് ഇറങ്ങി. നേരം സന്ധ്യയാവാറായി. നീ അവിടെ എന്തെടുക്കുവാ? വേഗം ഈ തുണി വിരിച്ചിട്, എന്നിട്ട് വിളക്ക് കത്തിക്ക്. മറ്റവളെന്തേ? ആ, ഞാൻ കണ്ടില്ല. ചിലപ്പം കുളിക്കുമായിരിക്കും. കല പറയുന്നത് കേട്ടു. വായിച്ചിട്ട് ഏകാഗ്രത കിട്ടുന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പറമ്പിൽ കൂടി ഇലുമ്പിപ്പുളിയുടെ ചുവട്ടിലേക്ക് നടന്നു. ഇതിൻ്റെ ഉടമയുടെ മുഖം ഒന്ന് നേരെ ചൊവ്വെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നാമം ചൊല്ലുമ്പോൾ അടുത്തു ചെല്ലാൻ അന്നത്തെ പോലെ ഇപ്പോൾ ധൈര്യം കിട്ടുന്നില്ല. ഒരു കാരണവുമില്ലാതെ എങ്ങനെയാ അടുത്തു ചെല്ലുക? പടി കടന്ന് ആരോ വരുന്നത് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ. ഞാൻ മുറ്റത്തേക്ക് ചെന്നു. അപ്പോൾ ഇളയമ്മ അയാളുമായി സംസാരിക്കുകയായിരുന്നു. ഒരു ഗ്ലാസ് കാപ്പിയും ഇളയമ്മ കൊടുക്കുന്നത് കണ്ടു. കുടിച്ചിട്ട് ചിരിച്ചു കുഴഞ്ഞ് അയാൾ പോകുന്നതും കണ്ടു. എന്നെ കണ്ടപ്പോൾ പോട്ടെ എന്ന് ചോദിച്ചിട്ട് നടന്നകന്നു. ചോദ്യരൂപത്തിലുള്ള എൻ്റെ നോട്ടം കണ്ടപ്പോൾ ഇളയമ്മ പറഞ്ഞു, മൊയ്തുവാ? വേപ്പൻ തറയിലെ രാരിച്ച മുതലാളിയുടെ പുറംപണിക്കാരനാ? അരപ്പൊട്ടനാ? പാവം, വല്ലപ്പോഴും ഇവിടെ വരും. അച്ഛന് സുഖമാണോ എന്ന് ചോദിക്കും. ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ചു പോവുകയും ചെയ്യും. ആ, അത് ശരി. ഞാൻ ശരിവെച്ചു. നാട്ടിന് പുറമല്ലേ, ഇത്തരം ശുദ്ധഗതിക്കാർ ധാരാളം കാണുമായിരിക്കും. ആ, നമുക്കെന്ത് പാട്. ഞാൻ ചായപ്പിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നിലവിളക്കുമായി അഭിരാമി തിണ്ണയിൽ. എന്നെ ഒന്ന് നോക്കിയിട്ട് വിളക്ക് താഴെ വെച്ചു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഞാൻ വിളക്കിൽ തൊട്ടു തൊഴുതു. പിന്നെ എൻ്റെ മുറിയിലേക്ക് പോയി. ഹാഫ് സാരി ധരിച്ച അബി. നിലവിളക്കിൻ്റെ ദീപപ്രഭയിൽ ജ്വലിച്ചു നിന്ന അവളുടെ ഓമന മുഖം നോക്കുംതോറും വീണ്ടും വീണ്ടും നോക്കി നിൽക്കാൻ കൊതി തോന്നുന്ന മുഖം. ഈ ഗ്രാമത്തിൻ്റെ അഴകും വശ്യതയുമാണവൾ. ഓ, ഞാനെന്തിനാശിക്കണം? പൊട്ടൻ, മനസാക്ഷി പറഞ്ഞു. അവരുടെ ദയ കൊണ്ട് എൻ്റെ ജീവിതം കരക്കടുപ്പിക്കാൻ വന്നിരിക്കുന്ന എന്നെ അവൾ കണക്കാക്കുമോ? അവളെ നല്ല കാശുള്ള അല്ലെങ്കിൽ ഗൾഫിലുള്ള പയ്യന്മാരാരെങ്കിലും കൊത്തിക്കൊണ്ട് പറക്കും. പക്ഷേ എനിക്കവളെ സ്വപ്നം കാണാമല്ലോ. അതിനാരും എതിര് പറയുകയില്ലല്ലോ. അതുതന്നെയാവും എനിക്ക് ബാക്കി. അല്പം കഴിഞ്ഞപ്പോൾ ഇറയത്തു നിന്നും നാമജപം കേട്ടു. ഒന്ന് ഇറങ്ങി നോക്കാൻ തുനിഞ്ഞു. അപ്പോൾ കേൾക്കാം ഇളയമ്മയുടെ സ്വരവും അക്കൂട്ടത്തിൽ. തിരിച്ച് കട്ടിലിരുന്ന് അങ്ങകലെ എനിക്കു വേണ്ടി നാമം ചൊല്ലുന്ന അമ്മയെ ധ്യാനിച്ചു. അമ്മേ, പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. പാതിര വരെ ഇരുന്ന് വായിച്ചിട്ടും ഏകാഗ്രത കിട്ടുന്നില്ല. കലയുടെ പെരുമാറ്റവും അബിയുടെ മുഖവുമെല്ലാം മാറി മാറി മനസ്സിൽ കയറി ഇറങ്ങി. രക്ഷയില്ല. മനസ്സ് കാട് കയറുന്നു. എങ്കിൽ ഇനി പഠിത്തം നാളെയാക്കാം. ലൈറ്റ് നിർത്തി കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് തോന്നി. എഴുന്നേറ്റു. മങ്ങിയ നിലാവെളിച്ചം ജനലിൽ കൂടി അരിച്ചരിച്ച് മുറിയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ലൈറ്റ് ഇടാതെ തന്നെ കതക് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. മുറ്റത്തടികളിൽ നിന്നും പറമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. മേഘത്തുണ്ടുകൾക്കിടയിലൂടെ ഒളിച്ചു കളിക്കുന്ന തേങ്ങാപ്പൂള് പോലത്തെ ചന്ദ്രൻ. ഇരുട്ടും വെളിച്ചവും ഇടകലർന്ന പാതിരാവ്. മൂത്രമൊഴിച്ചു തിണ്ണയിൽ കയറിയിട്ട് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കാണാം പടി കടന്നു വരുന്ന ടോർച്ചിൻ്റെ വെളിച്ചം. ഈ പാതിരാക്ക് ആരായിരിക്കും? രാമേട്ടനാണോ? സാധ്യതയില്ല. ഒതുക്കി കാൽച്ചുവട്ടിൽ തന്നെ അടിച്ചുകൊണ്ട് മെല്ലെ വരുന്ന വെളിച്ചം.
ഈ മുറ്റത്തു കൂടെ നടപ്പു വഴിയില്ല. ഞാൻ കതക് ചാരി. എന്നിട്ട് മുറ്റത്തിറങ്ങി. മുറ്റത്തരികിൽ നിന്നും കയ്യിൽ കിട്ടിയ ഒരു കമ്പെടുത്തു. പിന്നെ ഒരു പൂച്ചെടിയുടെ മറവിൽ നിന്ന് നിരീക്ഷിച്ചു. കള്ളിമുണ്ടും കറുത്ത ടീഷർട്ടും. മുൻവശത്തേക്ക് കയറാതെ ആള് അടുക്കള വശത്തേക്ക് നടന്നു. എനിക്കപ്പോൾ മൊയ്തുവിനെ ഓർമ്മ വന്നു. രാമേട്ടനുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു പകലത്തെ സന്ദർശനം. അമ്പട കള്ള. എങ്കിൽ നീ ഭാവിയിലെ സബ് ഇൻസ്പെക്ടർ രാജാമണിയുടെ കൈകൊണ്ട് വാങ്ങിയത് തന്നെ. അവൻ അടുക്കള വശത്ത് മറഞ്ഞ ഉടൻ ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ആൾ തിരിഞ്ഞ് വീടിൻ്റെ പുറകുവശത്തേക്ക് പോകുന്നു. ഞാൻ മെല്ലെ പുറകിലെ മൂലയിലെത്തി പുറകുവശത്തേക്ക് നോക്കി. ആൾ അപ്രത്യക്ഷനായിരിക്കുന്നു. മറുവശത്തെത്താനുള്ള സമയമായിട്ടില്ല. എങ്കിലും നോക്കാം. ഞാൻ തിരിഞ്ഞ് പുറകോട്ട് നടന്നു. നേർക്കുനേർ കണ്ടാൽ അടിക്കത്തക്ക രീതിയിൽ തയ്യാറായി തന്നെ നടന്നു. പക്ഷേ വീടിൻ്റെ പുറകിലെത്തിയിട്ടും ആളിൻ്റെ പൊടി പോലും കാണുന്നില്ല. പക്ഷേ അപ്പോൾ ഇളയമയുടെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. അയ്യോ, അവൻ അവിടെയാണോ കയറിയത്? ഞാൻ പതുങ്ങി പുറകിലത്തെ വാതിൽക്കലെത്തി. അത് ഭദ്രമായി അടച്ചിരിക്കുന്നു. പിന്നെ ഞാൻ തുറന്നു കിടന്ന ഇളയമയുടെ ജനലരികിൽ വന്നു. അപ്പോൾ കേൾക്കാം പതിഞ്ഞ ഒരു പുരുഷ ശബ്ദം. നീ ആ ജനലടക്ക്. പുരുഷ ശബ്ദം. ചൂടെടുക്കുകയല്ലേ? ഇളയമയുടെ ശബ്ദം. സാരമില്ല, നീ ജനലടക്ക്. പുരുഷൻ ആവർത്തിക്കുന്നു. ജനലടക്കാൻ വേണ്ടി നീളുന്ന കൈയുടെ നിഴൽ കണ്ടതോടെ ഞാൻ ഭിത്തിക്കരികിലേക്ക് ചേർന്ന് നിന്നു. എൻ്റെ ഹൃദയം പടപടാ ഇടിച്ചു. രാമേട്ടന് രാത്രിയിൽ സ്വന്തം വീട്ടിൽ ഒളിച്ചു വരികയില്ല. പിന്നെ മൊയ്തുവാണോ? അവൻ പൊട്ടനാണെന്നല്ലേ ഇളയമ പറഞ്ഞത്?